ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു കപ്പ് ചോറ് വെച്ച് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ്ങിൽ ചായയുടെ കൂടെ ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നാളികേരം കുറേ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റായി. അപ്പോൾ ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ചോറ് അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നൈസ് അരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചുവന്നുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ചുവന്നുള്ളി കൂടി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് ചേർത്തിട്ടുള്ളത് എങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഉപ്പിടാത്ത ചോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിൽ ആ പൊടിയെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചേർത്ത ആ ഒരു അരിപ്പൊടിക്ക് നല്ല കറക്റ്റായിട്ടുള്ള നനവാണ് ആയിട്ടുള്ളത്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഓരോ നമ്മൾ എടുക്കുന്ന ചോറിനനുസരിച്ചിട്ട്, ഇപ്പോൾ ചില ചോറ് നന്നായിട്ട് വേവുള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പോൾ വെള്ളം നനവ് കുറച്ച് കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി അരിപ്പൊടി ഒന്ന് ചേർത്തിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അതല്ല ഭയങ്കര ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ചില അരിപ്പൊടി നമ്മൾ ചേർക്കുന്ന അരിപ്പൊടി നല്ല വറവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രൈനെസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചോറ് ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് അരിപ്പൊടി കറക്റ്റായിട്ട് വന്നു. നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെയാണ് നമുക്ക് പുട്ടുപൊടി കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ആ പൊടി എടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൂടിയിരിക്കണം, പ്രസ് അമർന്നിരിക്കണം. അതിനുശേഷം അതിങ്ങനെ നമുക്കിങ്ങനെ വിടർത്തിയിടാനും പറ്റണം. ആ ഒരു പാകത്തിന് വേണം നമ്മുടെ പൊടി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ കറക്റ്റായിട്ട് വെള്ളനനവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാൻ 2 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ടും കുറ്റിയിലോട്ട് ആദ്യം തന്നെ ചില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് പുട്ടുണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ചില്ലാതെ ഇടണം എന്നുള്ളത്. അപ്പോൾ ചില്ലിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു ലെയറായിട്ട് നമ്മുടെ നാളികേരം ചിരകിയതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നാളികേരവും പുട്ടുപൊടിയും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടുംകുറ്റി മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുംകുറ്റി അടച്ചിട്ട് പുട്ടുംകുമ്പത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ പുട്ടുംകുറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുമ്പത്തിൽ വെള്ളം എടുക്കാതെ നമ്മൾ കുക്കറിലാണ്, കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നതെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുമ്പത്തിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പുട്ടുംകുറ്റിയുടെ മുകളിലൂടെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ആവി പറക്കുന്ന പുട്ട് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. കാരണം ചെറിയൊരു ചൂടോട് കൂടി കഴിക്കാനാണ് നമ്മുടെ പുട്ട് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് ദാ നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി ഇത് നമുക്ക് പഴത്തിൻ്റെയോ പപ്പടത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് പൊടി നനയ്ക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ചോറ് വിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ. കാരണം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റാണ് ചോറ് ഇട്ടിട്ട് ചോറടിച്ച് പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിതിന് മുമ്പ്
മണിപ്പൂട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെയും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സോഫ്റ്റ് പുഡിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.